അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നോമ്പ് കാലത്ത് നമ്മുടെ വീട്ടിലെ സഹോദരിമാരെക്കുറിച്ച്, ഉമ്മമാരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പകലിലും രാത്രിയിലും ഉറങ്ങാൻ സമയമില്ലാതെ, സാധാരണ മാസങ്ങളേക്കാൾ കൂടുതലായി ജോലി കൂടുതൽ, ഉറക്കം കുറവ്, ഇങ്ങനെ വളരെയധികം പ്രയാസപ്പെടുന്ന രൂപത്തിലാണ് സ്ത്രീകളുടെ റമദാനിലെ ജീവിതം. ഞാൻ പറഞ്ഞത് ഒരു സാധാരണ കുടുംബത്തിലെ അവസ്ഥയാണ്. രാത്രിയിൽ കിടന്നാൽ അത്താഴം റെഡിയാക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും അവരെഴുന്നേൽക്കണം. അവരെഴുന്നേറ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എഴുന്നേറ്റ് കഴിക്കുന്നത്. നാം കഴിച്ചു കഴിഞ്ഞ് മാറിപ്പോയാൽ ഒരുപക്ഷെ പലപ്പോഴും സുബഹി നിസ്കാരത്തിന് ശേഷം വരെ അതിൻ്റെ പാത്രങ്ങൾ കഴുകാനും വൃത്തിയാക്കാനും ഉണ്ടാകും. ശേഷം ഒരു ഇത്തിരി റെസ്റ്റ് കിട്ടിയാൽ കിട്ടും. അപ്പോഴേക്കും കുട്ടികളുണ്ടെങ്കിൽ സ്കൂളുണ്ടാകും, അതല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ അതിൻ്റെ മുമ്പ് എഴുന്നേൽക്കേണ്ടി വരും. ഇങ്ങനെ ഉറങ്ങാൻ ഒട്ടും കഴിയാത്ത അവസ്ഥ. പകലിലാണെങ്കിലോ, പകലിൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണം ഉണ്ടാക്കൽ, അത് കഴിയുമ്പോഴേക്ക് ഉച്ചയായി. ഉച്ച കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്ക്. അതിൻ്റെ മുമ്പ് രാവിലെ വീട് വൃത്തിയാക്കണം, അതുപോലെ തന്നെ തുണിയൊക്കെ അലക്കി വെക്കണം. ഇങ്ങനെ പലവിധ ജോലികളുമായി റമദാൻ ശരിക്ക് സത്യത്തിൽ അവർക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മാസമാണ്. അതിനിടയിൽ തറാവീഹ് നിസ്കാരം, കഴിയുന്ന നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഖുർആൻ എടുത്ത് ഓതാൻ, ഇങ്ങനെ നന്മകൾ ഒരുപാട് അധികരിപ്പിക്കുമ്പോഴും അതോടുകൂടി ഒട്ടും വിശ്രമം ലഭിക്കാതെ വളരെയധികം പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് റമദാനിൽ നമ്മളുടെ സ്ത്രീകളുടെ ജീവിതം. നാട്ടിൽ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ റമദാനിൻ്റെ സന്ദർഭങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഉപകാരങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ സഹായിക്കുന്നതിന് നമുക്ക് പുണ്യമുണ്ട്, കൂലിയുമുണ്ട്. ഈ റമദാനൊക്കെ അവസാനമാകുമ്പോഴേക്കും അവരുടെ ജോലിഭാരം കൂടുതലായി വരിക ചെയ്യുന്നത്. അങ്ങനെ ആ റമദാൻ കഴിഞ്ഞ് നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞാലോ, ഇപ്പം ഇന്ന് രാത്രി മുതൽ തന്നെ പെരുന്നാളിൻ്റെ കാര്യങ്ങൾ തർത്തീബാക്കാനുള്ളത്, കുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ, അങ്ങനെ നോക്കിയിട്ട് അന്നത്തെ രാത്രിയിലും ഉറക്കമില്ല. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് പകലാണെങ്കിൽ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ചായയും കടിയൊക്കെ വേണം. പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്, നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിനേക്കാൾ വലിയ സദ്യ വേണം. ഇങ്ങനെ സത്യത്തിൽ ഒരു ഒഴിവുമില്ലാത്ത ഒരു ജീവിത ശൈലിയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവരെ നാം പരിഗണിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ